അന്നല്ല എൻ്റെ കുടുംബത്തിന്റെ കിഡ്നി വരെ വാങ്ങാനുള്ള പൈസ ഈ ഒരു തങ്ങളുടെ കയ്യിലുണ്ട്. 17 എത്തിയ മക്കൾക്ക് വീട് അയാൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞത്. അന്നെ കൊണ്ട് ഒരു വീടിന്റെ പകുതി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഒരു 5 റുപ്യയുടെ കൊട്ടനവല് 5 റുപ്യ കൊട്ടനവല് വാങ്ങി കൊടുക്കാൻ കഴിയും. ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഇവിടെ റാത്താണ്. ഒരുപാടായി വീഡിയോയിലൊക്കെ ഇങ്ങനെ വന്നിട്ടില്ലേ. അപ്പോൾ കുറേ ആയി ഇങ്ങനെ 1-2 വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വരാൻ തോന്നിയാണല്ല, ഒന്നുമല്ല. ഈ കാണുന്ന ഈ ഒരു വീഡിയോ ഉണ്ടോ, ഈ ഒരു വീഡിയോ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നൂറെ ഹബീബ് തങ്ങളുടെ വീടിന് ചുറ്റുമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. ഈ ഒരു ജനങ്ങളെ നിങ്ങൾ കാണുന്നത്, ഈ ഒരു ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമില്ലാതെ ഇപ്പോൾ ആ ഒരു തങ്ങളെ കാണാനിപ്പോൾ വരുമോ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കാം നിങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരുപാട് ആളുകൾ, ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒരു 2-3 ആളുകൾ ഈ ഒരു തങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നത് കണ്ടു. വിമർശനം എന്ന് പറഞ്ഞാൽ ഞാനും തന്നെ തങ്ങളുടെ ആ ഒരു ദിക്കറിനോടും സലാത്തിനോടൊന്നും അതിനോടൊന്നും നമ്മൾ യോജിക്കണില്ല എന്ന് പറഞ്ഞാൽ അയാൾ തെറിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ പറയണത്. അയാൾ ദീനിനെ കുറിച്ചിട്ട് തന്നെയാണ് ഈ പറയണതൊക്കെ. ഈ ഫാത്തിഹ, ഇങ്ങനെ മജ്ലിസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്, സലാത്ത്, അങ്ങനത്തെ സംഭവങ്ങൾ. അതൊന്നും ഇപ്പോൾ ഒരു തെറിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. ചില ആളുകളൊക്കെ ഉണ്ട് നാട് നേരാക്കാൻ നടക്കണേ. അതിൽ പൊരുത്തനാണ് ഈ പറയുന്ന ജംഷീർ എന്നൊക്കെ പറഞ്ഞ ആള്. ജംഷീർ, ഓന് ഭയങ്കര ഇളക്കലുണ്ട്. ഓന് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ. ഓന് ഇതുവരെ ഒരു കാര്യത്തിന് ഇറങ്ങിയതും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. റഹീമിൻ്റെ കാര്യത്തിൽ കുറേ പിന്നാലെ നടന്നിക്കണു, അത് വാലും തുമ്പും ഇല്ലാതാക്കിയത്. റഹീമിൻ്റെ കാര്യത്തിൽ ഓൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ റഹീം ഇപ്പോൾ എപ്പോഴോ ഇറങ്ങി പോന്നിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഈ തങ്ങളെ കാര്യത്തിൽ ഇപ്പോൾ ഈ തങ്ങളെ കാര്യത്തിൽ ഇറങ്ങിയാലും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുള്ളൂ. അന്നല്ല എൻ്റെ കുടുംബത്തിൻ്റെ കിഡ്നി വരെ വാങ്ങാനുള്ള പൈസ ഈ ഒരു തങ്ങളുടെ കയ്യിലുണ്ട്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ അങ്ങനെയാണ് സംഭവം. നമ്മുടെ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ പവർ എക്സ്ട്രയാണ്, മനസ്സിലായ കണക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് വീഡിയോ ഇങ്ങനെ കത്തിച്ച് വിടുന്നുണ്ട് ആളിപ്പോൾ ഒരു വീഡിയോ, ഈ ഒരു വീഡിയോ ഉണ്ടോ നോക്കി. ഇതിപ്പോ നിലവിലുള്ളത് കൊടക്കാട്, താഴെ കൊടക്കാട് എന്ന കൊടക്കാടാണ്. ഇവന് കറക്റ്റ് ഇവനെന്താ അറിയാം, ഇവൻ ആള് മനസ്സിലില്ലാത്തടത്ത് പോയിട്ട് വീഡിയോ ഇങ്ങനെ ചെയ്യുക, ഇങ്ങോട്ട് ഇങ്ങനെ അളക്കുക. ഇപ്പോ വേറൊരു വീഡിയോ ഉണ്ട് ഇതേപോലെ, ഇന്ന് രാത്രി വീഡിയോ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട്. അതാ കൊടക്കാട് ആ പ്രദേശത്തുള്ള ആരോ ഒന്ന് തടുത്ത് തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണ്. അതൊക്കെ ഓക്കെ, അതിനൊക്കെ സമയം, അതൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ അവിടെ പോയിട്ട് എന്താ അവൻ ഇത്ര വലിയ ഉസിറിൽ അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാമായിരുന്നു. വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വലിയ ഉസിറിൽ ഇങ്ങനെ പറയാറുന്നത്. അത് ശ്രദ്ധിച്ചു നിങ്ങൾ? അതും ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ച് പറയാം. ഇവിടെ ചങ്ങായെ എന്നോടൊക്കെ പറയാനുള്ളത്, ഈ കാരണം ചിലപ്പോൾ ഈ ഒരുപാട് പാവങ്ങളെ കണ്ണീര് കുടിച്ചേണ്ടി വരും. ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് തൊട്ട് ചിലപ്പോൾ അൻ്റെത് കേൾക്കാൻ ഒരു 10 ആളുണ്ടാവും. 100-ലൊരു 10 ആൾ, ബാക്കി 90 ആളും ഇയാളെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് എന്താവും എന്നറിയോ, ചിലപ്പോൾ ഒരു 10 ആളൊക്കെ ചിലപ്പോൾ ഇതിന് മാറി നിൽക്കും. മാറി നിന്ന് കഴിഞ്ഞാൽ ഇതോട്ടുള്ള ഭവിഷ്യത്ത് എന്താ അറിയോ, അവരൊക്കെ കണ്ണുനീരിച്ച് കാണേണ്ടി വരും. അയാൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടായിക്കോട്ടെ, അണക്കെന്താ അത് പറഞ്ഞേ, അയാൾ ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടായിക്കോട്ടെ. നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരാൾക്ക് 10 ഉറുപ്പ്യ കിട്ടുന്നത് കണ്ടുകൂടാ. ഒരാൾ ഒരു ചെറിയൊരു ഒന്ന് പൊന്തി നിൽക്കുന്നത് കണ്ടുകൂടാ. കുയിന്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാണ് സംഭവം ഉണ്ടാവുന്നത്. അയാൾ ഒരാളിന് കൂട്ടുന്ന കേട്ടോ, ഇതൊന്ന് വായിച്ചുതരാം. 17 എത്തിയ മക്കൾക്ക് വീട് വെച്ച് കൊടുത്തു. 17 എത്തിയ മക്കൾക്ക് വീട് അയാൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞത്. അന്നെ കൊണ്ട് ഒരു വീടിൻ്റെ പകുതി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ? ഒരു 5 റുപ്യയുടെ കൊട്ടനവല് 5 റുപ്യ കൊട്ടനവല് വാങ്ങി കൊടുക്കാൻ കഴിയുമോ? ഒന്ന് പറയാം. അതേപോലെ രണ്ടാമത്തത് 70 പെൺകുട്ടികളുടെ വിവാഹം ചെയ്തു കൊടുത്തു എന്ന്. 70 പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഒരു പവൻ സ്വർണത്തിനിപ്പോൾ ഇന്നത്തെ റേറ്റ് നോക്കുമ്പോൾ 70,400 റുപ്യോ 70,100 സംതിങ്ങോ എന്തൊക്കെയാണ് ഒരു പവന്. ഒരാൾക്കൊരു 10 പവനില്ലാതെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു 5 പവനെങ്കിലും ഇല്ലാതെ? അതൊന്ന്. അത് ജാതി മതം ഒന്നുമില്ല, എല്ലാവർക്കും, ഹിന്ദു ആവട്ടെ മുസ്ലിംസ് ആവട്ടെ ആർക്കാവട്ടെ. പിന്നെ പറഞ്ഞിട്ടുള്ളത്, പിന്നെ 70 കുടുംബങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലം വീതം കൊടുക്കുന്നുണ്ട്. അതായത് 70 കുടുംബങ്ങൾക്ക് 4 സെൻറ്റ് വീതം സ്ഥലം വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ 21 യത്തീം കുടുംബങ്ങൾക്ക് 1,05,000 രൂപ മാസത്തിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഈ 21 യത്തീം മക്കൾക്കും ഈ 1,05,000 രൂപ ഇവർക്ക് എല്ലാവർക്കും പാടെ കൊടുക്കുന്നുണ്ട്. ഈ 1,05,000 കേട്ടോ, ഈ 1,05,000 ഇതിന് വേണ്ടിയിട്ടാണ് അത് ചിലവാക്കുന്നത്. ഇതിനൊക്കെ അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിമർശകരൊക്കെ വരും.